Hello everyone, welcome back to Raj Talks. Sarvam Maya, writer, director and one of the editor അഖിൽ സത്യൻ. അങ്ങനെയാണ് IMDb നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. പാച്ചവും അത്ഭുതങ്ങൾക്കും ശേഷമുള്ള പുള്ളിയുടെ ഡയറക്ഷൻ, ഹൃദയപൂർവ്വത്തിന്റെ കഥയും അഖിൽ സത്യന്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. മൊത്തത്തിൽ എനിക്ക് ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2.5 മണിക്കൂർ ദൈർഘ്യം ഉണ്ടെങ്കിൽ കൂടെ എവിടെയും ലാഗ് അടിക്കാത്ത, എങ്കിൽ ലവ് ആക്ഷൻ ഡ്രാമയോ ഒരു വടക്കൻ സെൽഫിയോ പോലുള്ള അജു വർഗീസ് നിവിൻ കോംബോയിലെ ലൗഡ് കോമഡികളൊന്നും ഇല്ലാതെ ഭയങ്കര രസമായിട്ട് ഭയങ്കര ബ്രീസി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല കോമഡികളുള്ള ഒരു സീൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന, നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും നമുക്കിത് എവിടെ പോയി എൻഡ് ചെയ്യുമെന്ന് അറിയാമെങ്കിലും അതിനെ ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, സ്റ്റേജ് ചെയ്തിരിക്കുന്ന രീതിയിലൊക്കെ ഭയങ്കര കൺവിൻസിങ്ങും ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി. കണ്ടിറങ്ങി ഒരുപാട് മനസ്സ് നിറഞ്ഞ, അത്രയും സന്തോഷമൊക്കെ തോന്നുന്ന നിവിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ, ഇപ്പം നിവിൻ്റെ പെർഫോമൻസ് ലാസ്റ്റ് കണ്ടത് ഫാർമയിലാണ്. അതിലൊരു പ്രശ്നം പുള്ളിയുടെ ശരീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഭയങ്കര തടിച്ചിട്ടൊക്കെ ആ റോളിന് ചിലയിടത്ത് മിസ്കാസ്റ്റ് ആയിട്ട് പുള്ളിയെ ഫീൽ ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ പുള്ളി അതിനകത്ത് നന്നായിട്ട് എക്സൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ശരീരം ഒരു ടൂളാണ്. മമ്മൂക്കയൊക്കെ ഈ കാലത്ത് നമുക്ക് ഒരുപാട് റോളുകൾ പുള്ളി വെറൈറ്റി ചെയ്യുമ്പോൾ നമുക്ക് കൺവിൻസ് ആവുന്നത് പുള്ളി ശരീരം അത്രയും നന്നായി സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. ഡെഫിനറ്റ്ലി ബോഡി ഷേവിങ് അല്ല. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളി പെർഫെക്റ്റ് ആണ്. ഈ ഒരു റോളിൽ പെർഫെക്റ്റ്ലി ഫിറ്റായിട്ട് എനിക്ക് തോന്നി. പുതിയ നിവിനെയും പഴയ നിവിനെയും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ട്. പുള്ളി ഒരുപാടടുത്ത് എക്സൽ ചെയ്യുന്നുണ്ട്. അതായത് അച്ഛനുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന സ്ഥലത്ത് യക്ഷി, പ്രേതം, ഗുഡ് സോൾ എങ്ങനെയൊക്കെ പറയാവുന്ന ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. അതൊരു പുതിയ കുട്ടിയാണ്. ചിലയിടത്ത് ഫ്ലാറ്റാണ്, ചിലയിടത്ത് വളരെ നന്നായിട്ട് ഇമോഷണലൊക്കെ വളരെ കൈയടക്കത്തോടെ ചെയ്യുന്നുണ്ട്. മലയാളത്തിലെ ഒരു വളരെ പ്രശസ്തിയായ ഒരു നായികയുടെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വോയിസ് ചില സമയത്ത് വാണി വിശ്വനാഥ് ഡബ് ചെയ്തു എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ചിലയിടത്ത് അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മോശം പറയാനൊന്നുമില്ല. ചിലയിടത്തൊക്കെയുള്ള ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി അങ്ങോട്ട് പറയുന്നതിൽ ചെറിയ രീതിയിലുള്ള സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ സിനിമ കണ്ടവർ മാത്രം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല പെർഫോമൻസുകളും നല്ല സീനുകളും അത് നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം ഓൾറെഡി സിനോപ്സിസിലുണ്ട്. പറയുകയാണെങ്കിൽ ഉന്നത കുലജാതനായ എയ്ത്തീസ്റ്റ് ആയിട്ടുള്ള പൂണൂല് പൊട്ടിച്ച് കളഞ്ഞ നിവിൻ പോളി, പ്രഭേന്ദു, എല്ലാവരും പ്രഭ എന്ന് വിളിക്കുന്ന, പെണ്ണാണെന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്ന നാമധേയമുള്ള ഒരാൾ. പുള്ളി ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ പുള്ളി നല്ല കഴിവുള്ള, ഒരുപാട് കാലമായി സാധാരണ നിവിൻ പോളി അങ്ങനെ വലിയ കഴിവില്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ വ്യക്തമായ പ്ലാനിങ്ങും കാര്യങ്ങളും വിശ്വാസവും ഒക്കെ ഉള്ള ഒരാൾ. അപ്പോൾ പുള്ളിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനൊരു സ്പിരിറ്റ് വരുന്നു. അപ്പോൾ പുള്ളി ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ ഒരു അന്വേഷണവും കാര്യങ്ങളും, ലൈഫ് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു, ഈ വരുന്ന സ്പിരിറ്റിൻ്റെ ഉദ്ദേശം എന്താണ്, അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, അത് പുള്ളിയുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു, അങ്ങനെ കഥ പ്രോഗ്രസ് ചെയ്തു പോകുന്നു. അപ്പോൾ പുള്ളി ഏത്തിയസ്റ്റ് ആവാനുള്ളൊരു പശ്ചാത്തലം, അതൊക്കെ ഭയങ്കര കൺവിൻസിങ് ആണ്. അതായത് എനിക്ക് ഭയങ്കര ഫീലായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ പാച്ചും അത്ഭുതവിളക്കിലും അഖിൽ സത്യൻ എഴുതിയ ഒരു എഴുത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഹംസധ്വനി പറയുന്നൊരു ഡയലോഗുണ്ട്. നമുക്കൊരു വിഷമമുണ്ട്, അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടും. ആ വിഷമം അവിടെ കിടക്കുമ്പോഴും പിന്നെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഒരാളൊരു സീനിൽ അത് എടുത്തു പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് കണക്ട് കിട്ടുന്നതാണ്. ഒരു പക്ഷേ ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചർച്ച ചെയ്തപ്പെട്ട ഡയലോഗും അത് തന്നെയാണ്. അതുപോലെ എന്തുകൊണ്ട് എയ്ത്തീസ്റ്റ് ആയി എന്ന് പറയുന്നൊരു കാര്യം അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്യും. അത് നറേറ്റ് ചെയ്യുന്ന നിവിൻ പോളി, അത് കേട്ടിരിക്കുന്ന ആൾക്കാരുടെ റിയാക്ഷൻ, അതിനുശേഷം അച്ഛനോട് വരുന്ന അകൽച്ച, പിന്നെ ഒരു സെക്കൻഡ് ഹാഫിലെ ഒരു സ്റ്റേജിൽ അച്ഛനുമായിട്ടുള്ളൊരു കൺഫ്രണ്ടേഷൻ വരുമ്പോൾ പുള്ളി മനസ്സിലാക്കുന്നത്, അതായത് എത്രയോ വർഷങ്ങളായിട്ട് ഒരു അവസ്ഥയിലൂടെ അച്ഛൻ കടന്നു പോകുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നത്. ആ അച്ഛൻ്റെ റൂമിൽ ഒരു അലമാര ഇങ്ങനെ തുറക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തതാണ്. ഒരു തടി അലമാര, അതിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ വസ്ത്രങ്ങൾ ഇങ്ങനെ മടക്കി തേച്ച് വെച്ചിരിക്കുന്ന, അതിനകത്ത് കുറേ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു സീൻ. അപ്പോൾ അതൊരു സത്യനന്ദിക്കാട് യൂണിവേഴ്സിൻ്റെ ഒരു ബ്രില്യൻസ് ആണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ നമ്മുടെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്റ്റ് കൊണ്ടുവരുന്ന സീനുകൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതിൽ അവർ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. അഖിൽ സത്യൻ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവരുടെ ഒരു കോമൺ, ഇത് നായിക വരുന്നു, നായകന് കുറച്ച് വെളിച്ചം വീശുന്നു തലയിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തും. പഴയ സാധനം തന്നെ കുറച്ച് ബ്രില്യൻ്റ്ലി നല്ല രീതിയിൽ ഇവർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വർക്കായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നോ ഒഫൻസ്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ടും തോന്നിയില്ല. എന്നെ പറ്റിച്ചു എന്നുള്ള ഫീലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര ആസ്വാദനം തോന്നി. ഒരു ലൈഫുണ്ട് ഈ ഒരു പടത്തിനകത്തൊരു നല്ല ലൈഫുണ്ട്. ഇങ്ങനൊരു എന്താ പറയുക, ഒരു സ്പിരിറ്റിനെ കൊണ്ടുവന്നിട്ട് ഒരു കഥാപശ്ചാത്തലം മെനയുമ്പോഴും കൂടെ അതിനകത്ത് ഭയങ്കര ഒരു ലൈഫും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. ഇപ്പം അച്ഛൻ കഥാപാത്രമായിട്ട് രഘുനാഥ് പലേരി, ജനാർദ്ദനൻ വല്യച്ഛനായിട്ട് വരുന്നുണ്ട്, കസിനായിട്ട് അജു വർഗീസ്, അൽഫോൺസ് പുത്രൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്.
അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല. നായികയായിട്ട് വരുന്ന 2 പേരുണ്ട്. ഒന്ന് സ്പിരിറ്റും അല്ലാതെ നിവിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ അന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഒരു കണ്ടെത്തലാണ്. അപ്പൊ ചില സമയത്ത് മലയാളത്തിലെ ഒരു പഴയ ലാലേട്ടൻ സിനിമയുടെ റെഫറൻസ് ഒക്കെ നമ്മൾ വരും, പക്ഷെ ഇതൊന്നും ആ ദിശയിലോട്ട് പോകുന്നില്ല, വേറൊരു രീതിയിൽ എൻഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഇതൊരു ഫാൻറ്റസി മോഡിലൂടെ പോകുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ലിബർട്ടി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വർക്ക് ഫോർ മീ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റി. എവിടെയും എനിക്കൊരു പാളിച്ചയായിട്ട് തോന്നിയില്ല. ചില ക്ലോഷർ, ചില ആൾക്കാർക്ക് ചിലർ മരിച്ചതിന് ശേഷമുള്ള ക്ലോഷർ കിട്ടണം, അല്ലെങ്കിൽ അതൊരു മുറിവാണ്. അപ്പോൾ അങ്ങനെ വിനീതുണ്ട്, മേതിൽ ദേവികയുണ്ട്, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴേ ഓർത്തത്. അതാ ഞാൻ പറഞ്ഞു, ഈ സിനിമയിൽ ഇങ്ങനെ ഒരു A4 പേപ്പർ എടുത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയധികം ക്യാരക്ടേഴ്സ് ചെറുതും വലുതുമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നത് അവർക്കൊരു ക്ലോഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതും നിവിനുമായിട്ട് മാച്ച് ആവുന്നതും അത് അങ്ങനെ അതിനൊരു ക്ലോഷർ കിട്ടുന്നതും. എങ്കിൽ പ്രേതമാണെങ്കിൽ ഒരു തരി പോലും ജംപ് സ്കെയർ ഇല്ലാതെ പ്രേതം പേടിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രേതത്തിനെ കണ്ട് നമ്മൾ പേടിക്കാതെ ഒക്കെയുണ്ട്. പക്ഷെ 2 സീൻ ഇവർ എന്തിനാണ് ഈ ദ്രോഹം ചെയ്തതെന്ന് അറിയണം. ഞാൻ ഇരുന്ന് വെട്ടി വേർത്തു. ഇനി ഞാനത് പറയുന്നില്ല, നിങ്ങളും അത് അനുഭവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, ഇത്രയും ഇതില്ലാതെ എൻ്റെ പുറകിൽ നിന്ന് ഒരു കൊച്ചു നിലവിളിച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട് പുറകിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. അമ്മാതിരി 2 സീൻ, 2 ഞാൻ പേടിച്ചു. ഞാൻ അത് എന്തിന് വെച്ചു, എന്തിൻ്റെ ഇത് ജംപ് സ്കെയർ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ ഇവർ പറഞ്ഞതാണ്, പ്രേതത്തിനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം, ഒന്നും ഒരു പ്രശ്നമില്ല, കുട്ടികളും വരണമെന്നാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു കാര്യം തെറ്റി എന്ന് അഖിൽ സത്യനോട് എനിക്ക് പറയേണ്ടി വരും. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, അതൊരു ഫൺ മോഡിൽ പറഞ്ഞതാണ്. എനിക്ക് അസാധ്യമായി വർക്കായ നിവിൻ പ്രേതമായിട്ട് വന്ന ആ കുട്ടിയുടെ പെർഫോമൻസും എനിക്ക് ഭയങ്കര, അവരുടെ കോമ്പിനേഷനും ഇഷ്ടമായി. ചിലയിടത്തൊക്കെ ഫ്ലാറ്റ് ആവുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ആദ്യം വരുന്ന ഇൻട്രൊഡക്ഷൻ സീനിൽ ഇത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും എടുത്തിരിക്കുന്നത്. ഇമോഷണൽ സീനിലൊക്കെ നല്ല കൈയടക്കത്തോടു കൂടി പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അനശ്വര രാജൻ്റെ ഏതൊക്കെയോ ഓർമ്മകൾ, ആ ഒരു സ്റ്റൈലൊക്കെ വരുന്നുണ്ട് എവിടേക്കോ. വാണി വിശ്വനാഥിൻ്റെ സൗണ്ട് ചില സ്ഥലത്ത് ഡബ് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ. പക്ഷെ അതൊക്കെ ഒരു നല്ല രീതിയിൽ ഈ പടത്തിന് വന്നിട്ടുണ്ട്. അജു വർഗീസും നിവിനുമായിട്ടുള്ള കോംബോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അജു പൊളിച്ചു. അജു ചില സിനിമകളിൽ ഓവറാക്കി കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് നല്ല രസമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ചില പേടിക്കുന്ന രീതിയാണെങ്കിലും സ്വതസിദ്ധമായിട്ടുള്ളൊരു സ്റ്റൈലിൽ പുള്ളി വന്ന് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് എനിക്ക് വർക്കായി. അങ്ങനെ ആകെ മൊത്തത്തിൽ വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് കണ്ട സിനിമ. ഇത്തരം സിനിമകൾ വിജയിക്കുമോ എന്നുള്ളൊരൊറ്റ ഡൗട്ട് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കൊരു പടം ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഓബ്വിയസ്ലി ആ പടം ബോക്സ് ഓഫീസിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് നിവിനോടുള്ളൊരു ഇഷ്ടം. പുള്ളി ഒരു നല്ല നടനാണ്. പുള്ളിക്ക് കുറച്ച് റോങ് ചോയ്സസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫാമയിലും പുള്ളിയുടെ അഭിനയം വളരെ അടിപൊളിയായിരുന്നു. പുള്ളി വർഷങ്ങൾക്ക് ശേഷത്തിൽ വന്ന് കുറച്ച് നേരത്തേക്കാണെങ്കിലും പുള്ളി മിന്നിച്ചിട്ട് പോയി. അപ്പോൾ പുള്ളിക്കൊരു സോളോ ഹിറ്റ്, പുള്ളി നായകനായിട്ട് വരുന്ന ഒരു പടം തിയേറ്ററിൽ വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. സോ ഇത് പുള്ളിക്കൊരു വലിയ സക്സസ് ആവട്ടെ. സിനിമ കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഗൈസ്.